ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അവന്തികയും അർച്ചനയും ആ ദീപവുമായി ഇങ്ങനെ വരികയാണ് കൽവിളക്കിൽ കത്തിക്കാനായിട്ട്. രണ്ടുപേരും ഒന്നിച്ച് തന്നെ വരുന്നു. ഇതുവരെയായിട്ടും രണ്ടുപേരുടെയും ദീപം അണഞ്ഞിട്ടില്ല. പ്രാർത്ഥനയോടെ അർച്ചന ആദ്യം കത്തിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ വല്ലാത്തൊരു കാറ്റ്. രണ്ടുപേരും തീ കെടാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചതുപോലെ നടക്കാൻ പോകുന്നു. അവളുടെ ദീപം ഇപ്പോൾ തന്നെ അണയും. ഇന്നത്തെ പ്രതിഷ്ഠയിൽ ഞാൻ തന്നെ അഭിഷേകം ചെയ്യും എന്നും അവന്തിക വിചാരിക്കുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെയാണ് അവന്തികയുടെ ദീപം കെട്ടത്. അർച്ചനയുടെ കെട്ടിട്ടുമില്ല. ദീപം കെടാതിരിക്കാൻ അർച്ചന ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ദീപം കത്തിക്കാനും ശ്രമിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അർച്ചന കത്തിച്ച് ആ ഒരു ദീപം കത്തിയിരിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയായിട്ട് നിൽക്കുന്നു. നീ ജയിച്ചു എന്ന് കരുതണ്ട, അവസാനത്തെ കടമ്പ ഇനിയും ബാക്കിയാണ്. അവിടെ നീ വീഴും. അതിലുള്ള മിടുക്കന്മാര് ഇവിടെ തന്നെ ഉണ്ട് എന്നും അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു. ഇതേ സമയം അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പാണ്ഡ്യനും ടീമും. ഈ പൂർണ്ണ കുംഭവുമായി 3 തവണ ഇവിടെ പ്രദക്ഷിണം വെക്കണം. പൂർണ്ണ കുംഭം കയ്യിൽ ഏറ്റുവാങ്ങിയാൽ പിന്നെ നാമജപമല്ലാതെ മറ്റൊന്നും പാടില്ല എന്നും അദ്ദേഹം പറയുന്നു. തിരിഞ്ഞു നോക്കുകയും ചെയ്യരുത്, വാങ്ങിക്കോളും എന്ന് പറഞ്ഞ് അർച്ചനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ പൂർണ്ണ കുംഭം. അതിനു മുന്നേ തിരുമേനിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് അർച്ചന. എന്നിട്ട് പൂർണ്ണകുംഭം കയ്യിലേറ്റു വാങ്ങി മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം സമർപ്പിക്കുക. എന്നിട്ട് പ്രാർത്ഥനയോടെ താങ്കൾക്കും ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാമെന്ന് സച്ചിയോടും പറയുന്നു. ഇനി വൈകിക്കേണ്ട, മുഹൂർത്തം തുടങ്ങിക്കഴിഞ്ഞു എന്നവർ പറയുന്നു. സച്ചി ആ മറഞ്ഞു നിൽക്കുന്ന പാണ്ഡ്യനെയും ടീമിനെയും കാണുന്നുണ്ട്. മൂർത്തിയും സ്വാമിയുടെ വേഷം കെട്ടി അവിടേക്ക് വരുന്നുണ്ട്. മൂർത്തിയെ അവന്തിക കാണുന്നു. എന്നാൽ ഇതെല്ലാം സച്ചി കാണുന്നുണ്ടായിരുന്നു. അർച്ചന പ്രദക്ഷിണം തുടങ്ങിക്കഴിഞ്ഞു. കൂടെ സച്ചിയും. പാണ്ഡ്യൻ ഒരു കത്തി എടുക്കുന്നുണ്ട്. ഇത് സച്ചി ശ്രദ്ധിക്കുന്നു. പാണ്ഡ്യൻ അവിടേക്ക് ഓടി വരുമ്പോൾ സച്ചിയും അതിനു നേരെ പോവുകയാണ്. എന്നാൽ പാണ്ഡ്യൻ അവിടേക്ക് വന്നപ്പോഴത്തേക്കും കാല് തെറ്റി താഴെ വീഴുന്നുണ്ട്. സച്ചിക്ക് അതിൽ ഇടപെടേണ്ടി വന്നില്ല. ഇത് അർച്ചനയും അറിയുന്നില്ല. എന്നാൽ മറ്റ് 2 പേര് സച്ചിയെ പിടിച്ചടിക്കാൻ തുടങ്ങുന്നുണ്ട്. പരമാവധി അർച്ചന അറിയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കരുത് എന്ന് അർച്ചനയോട് തിരുമേനി പറയുന്നു. പ്രാർത്ഥിക്കാനും പറയുന്നുണ്ട്. സച്ചിയെ അവർ അടിക്കുന്നുണ്ട്. സച്ചിയെ ഗുണ്ടകൾ കൊണ്ടുപോയി എന്ന് അർച്ചന അറിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ പൂജ മുടങ്ങും. ഇപ്പോൾ ഞാൻ അവളെ അറിയിക്കാമെന്ന് അവന്തിക വിചാരിക്കുന്നു. അങ്ങനെ അവന്തിക അർച്ചനയുടെ അരികിലേക്ക് വന്ന സമയം തിരുമേനി പറയുന്നുണ്ട് അവന്തികയോട് കുട്ടി മാറി നിന്നോളൂ എന്ന്. ഈ പൂജയിൽ കുട്ടി പങ്കെടുക്കാൻ പാടില്ല. കുട്ടിയുടെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിളക്ക് അണഞ്ഞു പോയത്. മാറി നിന്ന് പ്രാർത്ഥിച്ചോളൂ എന്നും തിരുമേനി. അങ്ങനെ അവന്തിക ദേഷ്യത്തോടെ പിന്മാറി. അർച്ചനയാണെങ്കിൽ അർച്ചനയുടെ പൂജ തുടർന്നു. ഈ സമയം അവന്തിക മൂർത്തിയുടെ അരികിലേക്ക് പോയി. എന്താടോ ഇത്, തന്നെ കൊണ്ട് കഴിവില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാ ഇതൊക്കെ ഏറ്റത് എന്ന് ചോദിക്കുന്നു. സച്ചി അവരുടെ പിടിയിലായെങ്കിൽ അവളുടെ മുന്നിൽ ഇട്ട് തന്നെ അവനെ അവർ തീർക്കും. ഇല്ലെങ്കിൽ നിന്റെ കാര്യം ഞാൻ തീർക്കുമെന്ന് അവന്തിക. ദേഷ്യത്തോടെ തന്നെ അവന്തിക അവിടെ നിന്ന് പോകുന്നു. പൂർണ്ണ കുംഭവുമായി കുട്ടി നടന്നോളൂ, എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കരുത് എന്ന് തിരുമേനി അർച്ചനയോട് പറഞ്ഞു. അങ്ങനെ അർച്ചന പോകുന്നു. സച്ചി അവരെ ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ശബ്ദമുണ്ടാക്കിയാൽ നിന്നെ തൂക്കിയടിക്കും. ഇന്ന് നിന്റെ ചാവിട എന്നൊക്കെ ഇങ്ങനെ തമിഴിൽ പാണ്ഡ്യൻ പറഞ്ഞു. നിന്റെ ഭാര്യയ്ക്കും ചേർത്താണ് മരണം. അഴിച്ചുവിടെ എന്ന് സച്ചി പറയുമ്പോൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് പാണ്ഡ്യൻ. സംശയത്തോടെ അർച്ചന തിരിഞ്ഞു നോക്കാൻ പോകുന്നുണ്ടെങ്കിലും തിരുമേനി പറയുന്നുണ്ട് പ്രാർത്ഥനയോടെ നടന്നോളൂ എന്ന്. സച്ചിക്ക് എന്തോ അപായം സംഭവിച്ചു എന്ന് അർച്ചന മനസ്സിലാക്കുന്നുണ്ട്. സച്ചിയേട്ടനെ കാണുന്നില്ലെന്ന് അർച്ചന. ഇപ്പോൾ നാമജപം മാത്രമേ പാടുള്ളൂ, മറ്റു ചിന്തകൾ പാടില്ല എന്ന് തിരുമേനി പറയുന്നു. തിരിഞ്ഞു നോക്കരുത്, കുട്ടിയുടെ മനസ്സിൽ ഇപ്പോൾ മറ്റൊന്നും പാടില്ല, നടന്നോളൂ എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചന ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നുണ്ട്. സച്ചിക്ക് നേരെ കത്തി വീശാൻ തുടങ്ങുകയാണ് അയാൾ. ഒരു കുത്തിനെ തീർക്കണം, അതിനപ്പുറം ഇവരുടെ ഭാര്യ അവരെയും കൊല്ലണം എന്നൊക്കെ അയാൾ തമിഴിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അയാൾ സച്ചിക്ക് നേരെ കത്തി വീശുന്നു. പെട്ടെന്നാണ് അദ്ദേഹം അവിടെ എത്തിയത്. മറ്റാരുമല്ല, നേരത്തെ അർച്ചനയെ രക്ഷിച്ച അയാൾ തന്നെ. തോക്ക് ഇങ്ങനെ മുകളിലേക്ക് വെടിവെക്കുകയാണ്. കൂടെ മറ്റൊരാളുമുണ്ട്. അത് മറ്റാരുമല്ല, നേരത്തെ അവന്തിക്ക് കൊടുത്ത അതേ പയ്യൻ തന്നെയായിരുന്നു. അവർ 2 പേരും വന്ന് സച്ചിയെ അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നുണ്ട്. തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് അയാൾ. ഇത് കൊട്ടേഷനാണ് എന്ന് മനസ്സിലായി. ഇതുപോലെ ഒരു സ്ഥലത്ത് കടന്നു വന്ന് എന്തും ചെയ്തു പോകാമെന്ന് നീ വിചാരിച്ചോടാ എന്ന് പറഞ്ഞ് അയാളിപ്പോൾ അവരെ അടിക്കുകയാണ്. ഇപ്പോൾ സച്ചിയും അഴിച്ചു വിട്ടിരിക്കുകയാണ് ആ പയ്യൻ. 3 പേരും കൂടി വന്നവരെല്ലാം അടിച്ചിരുന്നു. ഈ സമയത്ത് തന്നെ ചിദംബരവും അവിടെ വരുന്നുണ്ട്. ചിദംബരം അത് കാണുന്നു. പണ്ട് ഇവിടെ വന്ന സ്ത്രീകളെയും മറ്റാൾക്കാരെയും ചിലരൊക്കെ ചേർന്ന് ഉപദ്രവിച്ചു എന്ന് കേട്ടു. പക്ഷേ ഇനി അത് നടക്കില്ല. നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഇത് കേട്ട് മറ്റു പയ്യൻ പറയുന്നു, മേലിൽ ആരുടെയും കൊട്ടേഷനുമായി ഈ മല കയറി വരരുത്. ജീവനോട് നീയൊന്നും തിരിച്ചു പോകില്ല. ഒരു കാര്യം ചെയ്യാം, ആദ്യം ഇവന്മാരെ ഇവിടെ കെട്ടിയിടാം. അവിടെ പൂജാ ചടങ്ങുകൾ നടക്കുകയല്ലേ, അത് കഴിയുമ്പോൾ ഇവരെ പോലീസിൽ ഏൽപ്പിക്കാം. എല്ലാത്തിനെയും ചേർത്ത് ഒരുമിച്ച് കെട്ടിയിടാമെന്നും ആ പയ്യൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി 3 പേരെയും ഒരു വലിയ കയർ ഉപയോഗിച്ച് ആ മരത്തിൽ തന്നെ കെട്ടിയിടുന്നുണ്ട്, ഒരുമിച്ച് തന്നെ. ഇത് കണ്ട് ചിദംബരം സന്തോഷത്തോടെ നിൽക്കുന്നു. ശേഷം അവർ അവിടെ നിന്നും പോയി. ചിദംബരവും പോകുന്നു. സച്ചി അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കറക്റ്റ് സമയത്തെത്തി, ഇല്ലെങ്കിൽ അവന്മാരനെ അഭിഷേകത്തിന് സമയമായി, വേഗം ചെല്ലൂ എന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് പൂർണ്ണകുംഭവുമായി അർച്ചന പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പടിയിറങ്ങി ദേഷ്യത്തോടെയാണ് അവന്തിക ആ കാഴ്ച കാണുന്നത്.
ഒടുവിൽ മഹാദേവന്റെ ആ കൽവിളക്കിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് അർച്ചന. അവിടെ എത്തിയിട്ടും ടെൻഷനോടെ ആ സച്ചിയെ നോക്കുന്നുണ്ട്. ഭഗവാനെ, എൻ്റെ സച്ചിയേട്ടനെ ആപത്ത് സംഭവിക്കരുത് എന്ന് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് നോക്കി നിൽക്കുന്നത്, അഭിഷേകം ചെയ്തോളൂ എന്ന് തിരുമേനി. ഇത്രയും കൊല്ലങ്ങൾക്കിടയിൽ ഈ മല കയറി വന്ന ഭഗവാനെ അഭിഷേകം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആദ്യത്തെ വ്യക്തിയാണ് താങ്കൾ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും കുട്ടിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ എൻ്റെ സച്ചിയേട്ടൻ എന്ന് അർച്ചന ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. ധൈര്യമായിട്ടിരിക്കും, അതെല്ലാം ഭഗവാൻ നോക്കിക്കോളും, അഭിഷേകത്തിനുള്ള മുഹൂർത്തമായെന്ന് തിരുമേനി. മനസ്സിൽ ടെൻഷനോടെ തന്നെയാണ് അർച്ചന ഇത് ചെയ്യുന്നത്. ലോകത്തിൽ അപൂർവം ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് ഈ നിമിഷം. അത് ഭക്തിയോടെ ഭഗവാന് അഭിഷേകം ചെയ്തോളൂ എന്നും മുഹൂർത്തം തെറ്റരുത്, വേഗം അഭിഷേകം ചെയ്തോളൂ എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അർച്ചന ഇങ്ങനെ അഭിഷേകം ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയം അർച്ചന എന്ന് പറഞ്ഞ് സച്ചിയും അവിടേക്ക് വരുന്നു. സച്ചിയെ കണ്ടപ്പോൾ അർച്ചനയ്ക്ക് സന്തോഷമാകുന്നുണ്ട്, എന്നാൽ അവന്തികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചിയോടൊപ്പം നേരത്തെ കണ്ട ആ പയ്യനും വന്നു. പിന്നെ നേരത്തെ തോക്കുചൂണ്ടി രക്ഷപ്പെടുത്തിയ അയാളും വന്നിരിക്കുന്നു. എല്ലാം ഭംഗിയായില്ല, ഇനി അഭിഷേകം ചെയ്തോളൂ എന്ന് തിരുമേനി സന്തോഷത്തോടെ അർച്ചന ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചനയുടെ പൂജയും വഴിപാടുമൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നു. കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും വളരെ നന്നായിട്ട് തന്നെയാണ് എല്ലാം കലാശിച്ചിരിക്കുന്നത്. അവന്തികയുടെ പ്ലാനൊന്നും നടന്നതുമില്ല. അതിൻ്റെ ഒരു രോഷമുണ്ട് അവന്തികയ്ക്ക്. ഈ ഒരു വരവിൽ അർച്ചനയ്ക്ക് സഹായമായത് 2-3 പേരാണ്. സച്ചി അവരോട് നന്ദി പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ മല കയറി പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ ഭഗവാൻ ഞങ്ങൾക്കായി നൽകിയ ഒരു നിയോഗമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. നിങ്ങളോടൊപ്പം ഈ പൂജയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുമുണ്ടായി, അപ്പോൾ ശരി, കാണാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. സച്ചി അർച്ചനയ്ക്ക് അരികിലേക്ക് വന്നു. അർച്ചന ആരതി ഒഴിയുന്നുണ്ട്. ആ 2 പേരും അവിടെ നിന്ന് പോവുകയും ചെയ്തു. സച്ചി തിരിഞ്ഞു നോക്കുമ്പോൾ 2 പേരെയും അവിടെ കാണുന്നില്ല. അവിടെ കൂടിയിരിക്കുന്ന ബാക്കിയുള്ളവരും പ്രാർത്ഥനയോടെ നിൽക്കുന്നു. എല്ലായിടത്തും അവൾ മാത്രം ജയിക്കുന്നു. എപ്പോഴും അതാണ് സംഭവിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഈ ദൈവസന്നിധിയിൽ വെച്ച് ഞാൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുകയാണ്. അങ്ങനെ ഇവൾക്ക് മാത്രം കിട്ടുന്ന അനുഗ്രഹം അനുഭവിക്കാൻ ഇവിടെ ഞാൻ സമ്മതിക്കില്ല എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു. വനദുർഗയും മഹാദേവനും പ്രസാദിച്ചിരിക്കുന്നു. ഒരു ഉണ്ണി നിങ്ങൾക്ക് ജനിക്കും. ആ ഉണ്ണിയുമായിട്ട് നിങ്ങൾ ഇവിടെ വീണ്ടും വരണം. ഭഗവാന്റെ അനുഗ്രഹം അവനും ഉണ്ടാകട്ടെ എന്ന് തിരുമേനി പറയുന്നു. സന്തോഷത്തോടെ സമ്മതിക്കുകയാണ് അർച്ചന. ആദ്യം ഇവൾ ഗർഭിണിയാകട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്കും എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.